നമസ്കാരം പ്രിയപ്പെട്ട സംഖ്യകളെ. എനിക്ക് സംഖ്യകളോട് വലിയ ഇഷ്ടമാണ്. അതിന് കാരണം നമ്മുടെ രാജ്യത്തെ വലിയ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ ഒരു പ്രവാചകനെ പോലെ അവതരിച്ച നരേന്ദ്രമോദി എന്ന മഹാനായ മനുഷ്യൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നരേന്ദ്രമോദി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സംഖ്യകളിൽ ചിലർ എനിക്കെതിരെ കുരച്ചു തുള്ളിയാൽ എനിക്കൊരു വിഷമവും ദുഃഖവും ഉണ്ടാവില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മിക്ക സംഘി പ്രൊഫൈലുകളിലും എന്നെ തെറിവിളിയാണ്. ഞാൻ ഏതെങ്കിലും ഹിന്ദു വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞതുകൊണ്ടല്ല, ഏതെങ്കിലും ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചതുകൊണ്ടല്ല, ഞാൻ BJP ചീത്ത വിളിച്ചതുകൊണ്ടല്ല, ഞാൻ നരേന്ദ്രമോദിയോട് കുറ്റം പറഞ്ഞതുകൊണ്ടല്ല. നേരെ മറിച്ച് നന്ദഗോവിന്ദ ഭജനെതിരെ ഇവിടെ ചില തീവ്ര സംഖ്യകൾ, നവസംഖ്യകൾ പൊട്ടിത്തെറിച്ചപ്പോൾ അതിനെ നന്ദകുന്തിരിക്കം എന്നൊക്കെ പേരിട്ട് RSS സൈദ്ധാന്തികർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ചിലർ രംഗത്ത് വന്നപ്പോൾ അത് ഹിന്ദു സംസ്കാരത്തിൻ്റെയോ എന്തിനേറെ RSSൻ്റെയോ രീതിക്ക് നിരക്കുന്നതല്ല. ഈ പോരാട്ടത്തിൽ നഷ്ടം ഹിന്ദുവിനാണ് എന്ന് പറഞ്ഞതിനാണ്. ഇതിൽ മാപ്പ് പറയുന്നതിനോ ആ നിലപാട് തിരുത്തുന്നതിനോ ഞാൻ ഒരുക്കമല്ല. എൻ്റെ ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഒരു സംഭവം കൊണ്ട് മാത്രമല്ല എനിക്കെതിരെ ഇവർ ഉറഞ്ഞു തുള്ളുന്നത് എന്നെനിക്കറിയാം. കഴിഞ്ഞ കുറേ കാലമായി ഇവർ ഓങ്ങി വെച്ചിരുന്നതാണ്. BJPയുടെ പ്രസിഡൻ്റായിരുന്ന K. സുരേന്ദ്രനാണ് അതിന് തുടക്കമിട്ടത്. അന്ന് സുരേന്ദ്രന് വേണ്ട പിന്തുണ സോഷ്യൽ മീഡിയയിൽ കിട്ടിയില്ല. പടിപടിയായി അവർ ആ പിന്തുണയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറുനാടനെതിരെയുള്ള ഇവരുടെ ഒളിയുദ്ധം അവർ പരസ്യമാക്കി. അവർ പറയുന്നത് മറുനാടൻ കോൺഗ്രസിൻ്റെ ചാരനാണ്, കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ BJPയെ ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ്. ഞാനിതിന് മറുപടി പണ്ടേ പറഞ്ഞു കൊടുത്തതാണ്. മറുനാടിന് ധനസമ്പാദനമോ പ്രേക്ഷകരോ കാഴ്ചക്കാരോ ഒക്കെയാണ് ലക്ഷ്യമെങ്കിൽ എളുപ്പവഴി ഇവിടുത്തെ പ്രോ ലെഫ്റ്റ്, പ്രോ ഇസ്ലാമിക് രാഷ്ട്രീയം എടുത്ത് പിടിക്കുകയാണ്. അങ്ങനെ ഒരു കൃത്യമായ നിലപാടുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഏറെ പ്രേക്ഷകരെ കിട്ടും, ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടും. മാത്രമല്ല നാട് നീളെ ഗൾഫ് രാജ്യങ്ങളിലും നിരന്തരം പബ്ലിക് പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയും. മറുനാടൻ അങ്ങനെയല്ല, ഉത്തമ ബോധ്യമുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അതാരൊക്കെ തെറി വിളിച്ചാലും. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം 2-3 ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു തീക്കുറ്റി എന്ന് പറയുന്ന ലെഫ്റ്റ് പ്രൊഫൈലിൽ വന്ന ഒരു കുറിപ്പാണ്. ഈയിടെ ദിവസം ഓരോ മണിക്കൂർ വെച്ച് പോസ്റ്റ് ഇടുകയും അതിലൊക്കെയും സംഖ്യയുടെ 1,900 തെറികളും വന്ന് മൂടപ്പെടുന്ന ഷാദിനെ നിങ്ങൾ കാണുന്നുണ്ടോ? വളരെ രസകരമായ കാഴ്ചയാണ്, ചിന്തനീയവും. വേട്ടക്കാരുടെ ഒപ്പം ഓടുന്നവനും ഒരു നാൾ അതേ വേട്ടക്കാരൻ്റെ ഇരയായി തീരുമെന്ന ആപ്തവാക്യം കാലാതിവർത്തിയാണ്. ലോകമെങ്ങും അതിന് വരെ തെറ്റിപ്പോയിട്ടില്ല. നാസി സൈന്യത്തിൽ നിന്ന് ഉപഹാരങ്ങൾ കിട്ടുമെന്ന് കരുതി ജൂതരുടെ ഒളിയിടങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് കൂടെ കൂടിയ ആ ജൂതരെ മഹായുദ്ധത്തിന് അവസാനം ഹിറ്റ്ലർ തന്നെ കൊന്നു തിന്നിരുന്നുവല്ലോ. RSS സൈബർ ഹാൻഡുകളിലും ഓൺലൈൻ പോർട്ടലുകളിലും അവരുടെ വിദഗ്ധന്മാർ ഷാദിനെ അടയാളപ്പെടുത്തുന്നത് വായിക്കുകയായിരുന്നു ഞാൻ. ഹിന്ദുക്കളെ ഊമ്പിച്ച് ജീവിക്കുന്ന കൗശലക്കാരനായ ചെന്നായ, കൂടെ നടക്കുന്നത് അഭിനയിച്ചുകൊണ്ട് തരം കിട്ടുമ്പോൾ തനിക്കുണം കാട്ടുന്ന വഞ്ചകൻ, അവനവൻ്റെ മതക്കാര്യം വരുമ്പോൾ ഹിന്ദുവിനെ ചതിക്കുന്ന ചതിയൻ, ഇലക്ഷന് മുൻപ് വരെ സംഘപരിവാറിൻ്റെ പ്രചാരകൻ, ഇലക്ഷനായാൽ കോൺഗ്രസിന് കോണകം തൂപ്പുകാരൻ, അങ്ങനെ വലിയ തോതിൽ ഹേറ്റ് ക്യാമ്പയിൻ പൊടിപിടിക്കുകയാണ്. 45 കഴിഞ്ഞ് മതിൽക്കെട്ട് ജീവികളിൽ വർഷങ്ങൾ കൊണ്ട് ഷാദിൻ വളമിട്ട് വളർത്തിക്കൊണ്ടുവന്ന വിഷമരത്തിൻ്റെ വിഷക്കായകൾ ഷാദിനെ തന്നെ ശ്വാസം മുട്ടിക്കുകയാണ്. ഷാജൻ അത് അനുഭവിച്ചല്ലാതെ മടങ്ങാൻ കഴിയില്ല. അത്രമാത്രം വെറുപ്പ് ഈ മധ്യവയസ്സ് പിന്നിട്ട ജീവികളിൽ ഷാദിൻ അവർ പോലും അറിയാതെ യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി കുത്തിവെച്ചു കൊടുത്തിട്ടുണ്ട്. വർഗീയത ഒരു അഡിക്ഷൻ വിട്ടുപോകാത്ത ലഹരിയാണ്. നേരിയ ഡോസിൽ തുടങ്ങിയ ശീലം ഇപ്പോൾ ഷാദിൻ്റെ സ്ലോ പോയിസൺ കൊണ്ട് തൃപ്തിപ്പെടാവുന്ന കാലവും കഴിഞ്ഞ് മുന്നോട്ട് പോയിരിക്കുന്നു. കിട്ടാവുന്നതിൽ ഏറ്റവും പെട്ടെന്ന് എഫക്റ്റ് കിട്ടുന്ന ഓവർ ഡോസാണത്. അത് തിരഞ്ഞു പോകുന്ന അമ്മാവന്മാർ. ഇങ്ങനെ പോവുകയാണ്. ഞാൻ ധനസമ്പാദനത്തിന് വേണ്ടി വർഗീയത ഉണ്ടാക്കി, മുസ്ലിം വിരോധം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വലിയൊരു പോസ്റ്റ്. ഈ പോസ്റ്റിൽ പുതുമയൊന്നുമില്ല, കാരണം ഇത്തരം പോസ്റ്റുകൾ കഴിഞ്ഞ കുറേ കാലമായി കാണുന്നതാണ്. എന്നാൽ ഇവർ ആഹ്ലാദിക്കുന്നു, കാരണം എന്നെ സംഘപരിവാറുകാർ തെറി വിളിക്കുന്നു. ഞാൻ സംഘിയാണ്, സംഘി ഫണ്ടിങ്ങിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. അങ്ങനെ സംഘി ഫണ്ടിങ്ങിൽ മുമ്പോട്ട് പോകുന്ന എന്നെ സംഘപരിവാറുകാർ തെറി വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ഇവരാണ്. അതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. എക്കാലത്തും ഇക്കൂട്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, അവർ പറയട്ടെ. എന്നാൽ 2 പോസ്റ്റുകൾ ചർച്ച ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്ന് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായ അദീന ഭാരതിയുടെ പോസ്റ്റാണ്. ഈ അദീന ഭാരതിയെ ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. എനിക്ക് വളരെ ബഹുമാനവും ആദരവും ആ പെൺകുട്ടിയോട് തോന്നി. ഒരു ക്രിസ്ത്യാനി ആയിരുന്നു, അദീന അലക്സ് ആയിരുന്നു, അദീന ഭാരതിയായി മാറിയതാണ് എന്നൊക്കെ ഞാൻ ഇപ്പോൾ ഈ വിവാദത്തിലാണ് കേൾക്കുന്നത്. എനിക്കറിയില്ല, അതെന്തെങ്കിലും ആവട്ടെ. ഈ അദീന ഭാരതി നന്ദഗോവിന്ദം വിഷയം വന്നപ്പോൾ പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റും എൻ്റെ നിലപാടും ഒന്നായിരുന്നു. ഞാനെടുത്ത അതേ നിലപാട് തന്നെ നന്ദഗോവിന്ദത്തെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റ് കണ്ട മാതിരി കൊള്ളാവല്ലോ എന്നോർത്ത് ഞാൻ അതേപടി കോപ്പി ചെയ്ത് എൻ്റെ ഫേസ്ബുക്കിലിടുന്നു.
ഇതാണ് സംഭവിച്ചത്. എന്നാൽ പിന്നീട് അദീൻ അതിൽ എഡിറ്റ് വരുത്തി വിമർശകരെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ഇവിടെ നിന്ന് പോസ്റ്റ് ഒരു മാറ്റവും വരുത്താത്ത അതേ പോസ്റ്റാണ്. അദീനെ എഡിറ്റ് ചെയ്തതിന് ശേഷം അവർ പറയുന്നു അദീനയുടെ പോസ്റ്റ് ഞാൻ കുറേ ഭാഗം കളഞ്ഞ് പ്രസിദ്ധീകരിച്ചു എന്ന്. മാത്രമല്ല ഈ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മറുനാടൻ ഓൺലൈൻ പോർട്ടലിൽ എന്തോ വാർത്ത വന്നെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ബ്രിട്ടനിലാണ് കഴിഞ്ഞ 2 ആഴ്ച. ഞാൻ ഓൺലൈൻ പോർട്ടലിൻ്റെ വാർത്തകളിൽ ഇടപെടാറുമില്ല. പക്ഷേ അദീന വളരെ വിദഗ്ധമായി, ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ശശികല ടീച്ചർ. ഹിന്ദുവിനെ സംബന്ധിച്ച് വളരെ വൈകാരിക വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ കുളം കലക്കാൻ നിൽക്കുന്ന മറുനാടിന് പണ്ടേ ഉള്ള ശീലമാണ്. അതിനുവേണ്ടി എൻ്റെ പോസ്റ്റും എൻ്റെ വാക്കുകളും വളച്ചൊടിച്ച് തോന്നുന്ന തമ്പിനയിൽ കൊടുത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുത്. ഹിന്ദു ഐക്യവേദിയിലും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ഏത് നേതാവിൻ്റെയും പ്രസ്താവനയോ നിലപാടിനോ ഞാൻ എതിർക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ച ശേഷം വീണ്ടും അതിൻ്റെ പേരിൽ ഹൈന്ദവ സമൂഹം മുഴുവൻ സ്വയം സോഷ്യൽ മീഡിയയിൽ കിടന്ന് പരസ്പരം വലിച്ചു കീറുന്നത് അവസാനിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ പോസ്റ്റിനെ തികച്ചും മറ്റൊരു തരത്തിൽ വളച്ചൊടിച്ച് ഞങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ കുഞ്ഞാടിൻ്റെ പട്ടം ചാർത്തി തരാൻ നോക്കുമ്പോഴും നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, ഇത്രകാലം ജീവിച്ച ഒരു ഹൈന്ദവ സ്വാഭിമാനിയായിട്ടാണ് ഇനിയും അങ്ങനെയൊക്കെ ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തിനാണ് അദീന ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയത്? ആരുടെയെങ്കിലുമൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദീനയുടെ പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്യുക അല്ലാതെ അതേക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അദീനയ്ക്ക് തെറിവിളി കേട്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അദീന ഇങ്ങനെ തലയുരാൻ ശ്രമിച്ചതിൽ പരാതിയില്ല. പക്ഷേ അദീന ഉത്തരം പറയണം. ഹിന്ദുവിനെ സംബന്ധിച്ച വളരെ വൈകാരികമായ വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ കുളം കലക്കാൻ നിൽക്കുന്നത് മറുനാടിന് പണ്ടേയുള്ള ശീലമാണ്. അദീന കൊച്ചിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഹിന്ദുവുമായൊരു വിഷയത്തിൽ കുളം കലക്കാൻ ഞാൻ എന്തെങ്കിലും രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണം. എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമുണ്ട്. ഹിന്ദുവുമായി ബന്ധപ്പെട്ട അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ റിപ്പോർട്ടർ ചാനലും മീഡിയ വൺ മുതൽ ഏഷ്യാനെറ്റ് വരെ ശ്രമിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നതും ഹിന്ദുവിൻ്റെ നീതി ലോകത്തെ വ്യക്തമാക്കി കൊടുക്കുന്നത് ഞാനാണ്. അതാണ് എൻ്റെ അനുഭവം. അല്ലാതെ ഹിന്ദുവിൻ്റെ ഒരു വിഷയം വരുമ്പോൾ വക്രീകരിച്ച് ഹിന്ദുവിന് മോശമാക്കാൻ ഞാൻ ചെയ്തു എന്ന് ഉത്തരവാദിത്വത്തോടെ പറയുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യത അദീന ഏറ്റെടുക്കണം. ഒരു യുവ നേതാവാണ്, ഭാവിയുള്ളതാണ്, MLA മന്ത്രിയുമാവേണ്ടതാണ്, നുണ പറയരുത്. എന്നാണ് ഹിന്ദുവിൻ്റെ വിഷയം ഞാൻ വക്രീകരിച്ച് ഹിന്ദുവിനെ അപമാനിച്ചത് എന്ന് പറയേണ്ട ബാധ്യതയിൽ നിന്ന് അദീന ഒഴിഞ്ഞു പോവരുത്. അത് ചൂണ്ടിക്കാണിക്കാൻ അദീനയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അദീന വീണ ജോർജിനെ പോലെ ഒരു നുണച്ചിയാവാൻ പരിശീലിക്കുകയാണ് എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരും. അദീനയുടെ പോസ്റ്റ് അവിടെ നിൽക്കട്ടെ, അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ എന്നെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. അതിൽ ചില കമൻറ്റുകൾ, ഒരു രാജേഷ് കളപ്പുരയ്ക്കൽ, ഷാജൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ ഭൂലോക ഫ്രോഡാണെന്ന്. ഒരിക്കലും അടുപ്പിക്കാൻ കൊള്ളാത്ത മനുഷ്യനാണ്. ഇലക്ഷൻ ആകുന്നത് വരെ സംഘപരിവാർ സ്നേഹം കാണിക്കുകയും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് മുഖമായി മാറുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഷാജൻ. മറുനാടൻ മലയാളി പറയുന്ന ഒരു കാര്യവും സംഖ്യകൾ വിശ്വസിക്കരുത്. അയാളെ വിശ്വസിക്കാൻ കൊള്ളാത്ത, അടുപ്പിക്കാൻ കൊള്ളരുതാത്ത ഒരു മനുഷ്യൻ മാത്രമാണ്. എനിക്കറിയില്ല ഈ രാജേഷ് KM ആരാണെന്ന്. എൻ്റെ മുഖം കണ്ടാൽ അദ്ദേഹത്തിന് ഫ്രോഡാണെന്ന് തോന്നുന്നതിന് എനിക്കൊരു ഉത്തരവുമില്ല. ദൈവം എനിക്ക് നൽകിയ മുഖം ഇങ്ങനെയായിപ്പോയി. ആ മുഖം ഫ്രോഡിൻ്റെ മുഖമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നായിരിക്കും അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖം തന്നെ അദ്ദേഹം നിരന്തരം കണ്ണാടിയിൽ കാണുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു തോന്നലാണ്. ഞാൻ അതിൽ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത്രയും ഗൗരവമേറിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങളതിന് തെളിവ് വേണം. ഇലക്ഷൻ ആകുന്നത് വരെ സംഘപരിവാർ സ്നേഹം കാണിക്കുകയും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് മുഖമായി മാറുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഷാജൻ. ഈ കണ്ടന്റുകളിൽ പ്രധാനപ്പെട്ട കാരണം അതാണ്. ദയവായി നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊരു BJP-കാരനാണെന്നോ സംഘിയാണെന്നോ സംഘപരിവാറുകാരനാണെന്നോ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ BJP-കാരുടെയോ സംഘപരിവാറിൻ്റെ പണവും കൈപ്പറ്റിയിട്ടില്ല. ഞാൻ സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരാളാണ്. ഞാൻ എടുക്കുന്ന നിലപാട് സ്വതന്ത്രമാണ്. BJP-യോടും മോദിയോടും RSSനോടും ഇവിടെ വലിയ വിരോധമുണ്ട്, അതെനിക്കില്ല. അതുണ്ടെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റൂ, അതെനിക്കില്ല. അതില്ല എന്നതിനർത്ഥം ഞാൻ സംഘിയാണെന്നല്ല. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ സംഘിയാണെന്ന്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ സംഘിയാണ്, അതുകൊണ്ട് സംഘപരിവാർ എന്നെ സഹായിക്കണമെന്ന്? പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടുത്തെ യാഥാർത്ഥ്യമാണ് പറയുന്നത്. BJP-ക്ക് സാധ്യതയുണ്ടെങ്കിൽ സാധ്യതയുണ്ടെന്ന് പറയും. ഞാൻ മോദിയെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, BJP-ക്ക് സ്പേസ് കൊടുക്കാറുണ്ട്, BJP നേതാക്കളുടെ അഭിമുഖം കൊടുക്കാറുണ്ട്, BJP-യുമായും RSSുമായും ഹിന്ദുവുമായും ബന്ധപ്പെട്ട് വരുന്ന നുണക്കഥകൾ പൊളിക്കാറുണ്ട്. അതെൻ്റെ സത്യസന്ധമായ നിലപാടാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പാകുമ്പോൾ BJP-ക്ക് 30 സീറ്റ് കിട്ടും, അല്ലെ BJP ഭരിക്കുമെന്ന് പറയാൻ ഞാൻ BJP-ക്കാരന് പണം കൈപ്പറ്റുന്നില്ല തിരിച്ചറിയുക. ഞാൻ പറയേണ്ടത് യാഥാർത്ഥ്യമാണ്. ഇവിടെയുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്കറിയാം. ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് പിണറായി വിരുദ്ധ വികാരമുണ്ട്. ഇവിടെ ഇടതുപക്ഷം തോറ്റമ്പും UDF അധികാരത്തിൽ ഇത് പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ കരുതിയിരുന്നത് BJP-ക്ക് 4 സീറ്റ് കിട്ടുമെന്നാണ്. ഞാനത് പറഞ്ഞിരുന്നു. പലയിടത്തും BJP രണ്ടാമതെത്തും, 4 സീറ്റുകൾ കിട്ടുമെന്ന് കരുതി നേമവും കഴക്കൂട്ടവും പാലക്കാടും മഞ്ചേശ്വരവും 4 സീറ്റിൽ BJP ജയിക്കുമെന്നാണ് അവസാന നിമിഷം വരെ കരുതിയിരുന്നത്. എന്നാൽ അവസാന നിമിഷം എൻ്റെ തോന്നൽ, ഞാൻ ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കിയത് 2 സീറ്റിൽ ഒതുങ്ങും. നേമത്തും കഴക്കൂട്ടത്തും പാലക്കാടും മഞ്ചേശ്വരവും പോലും തോൽക്കും എന്ന തോന്നലാണ്. അത് ശരിയാവണമെന്നില്ല. ചിലപ്പോൾ 4 അല്ല 5-6 സീറ്റ് കിട്ടുമെന്ന് വരാം. എന്നാൽ BJP-ക്ക് 10 സീറ്റിലധികമോ അല്ലെങ്കിൽ ഇവർ പറയുന്നതിൽ 30 സീറ്റോ കിട്ടിയാൽ എൻ്റെ കണക്കൂട്ടൽ തെറ്റാണെന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബോധ്യമില്ല എനിക്ക് പറയാൻ പറ്റൂ.
ആ ബോധ്യം പറയുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമാണെന്ന് പറഞ്ഞതിൽ എന്ത് അർത്ഥമായിരിക്കുന്നത്? കോൺഗ്രസിന് അനുകൂലമാണെങ്കിൽ ഒരു സീറ്റിലും BJP ജയിക്കില്ല എന്നല്ല പറയേണ്ടത്. ഇത്തരത്തിൽ നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വളരെ അത്യന്തികമായി ക്രിസ്ത്യാനിയാണിവൻ, വർഗീയത പറയുന്നതല്ല. പക്ഷേ വിശേഷിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ ഉള്ളിലെ വർഗീയത എന്ന് പറയുന്നതിന് ലീഗ് SDPI മാറി നിൽക്കും. അത്രയ്ക്കും പള്ളിയിലച്ചന്മാരും ബിഷപ്പുമാരും ചേർന്ന് ഈ സമൂഹത്തെ കോൺഗ്രസ് ഇറ്റാലിയൻ മാഫിയ പാർട്ടിയുടെ ഇങ്ങനത്തെ കമൻറ്റുകൾ ധാരാളം പോകുന്നു. മറ്റൊരു പോസ്റ്റ് വളരെ ശ്രദ്ധേയമാണ്. എനിക്കറിയില്ല ഈ രാഹുൽ രവികുമാർ ആരാണെന്ന്. അതെങ്ങനെ എഴുതുന്നു: കെ സുരേന്ദ്രൻ മുതൽ ശശികല ടീച്ചർ വരെ ഉണ്ണിമുകുന്ദൻ മറ്റൊരു ഇര. മറുനാടൻ നടത്തുന്ന മാധ്യമ പ്രവർത്തനം ചില ആളുകളുടെ സന്തോഷം, അവരുടെ PR വർക്കും മാത്രമാണ്. മറുനാടിൻ്റെ കോൺഗ്രസ് പ്രീണനം തിരിച്ചറിയാത്ത ഒരാളും ഇനി നമ്മുടെ ഇടയിൽ കാണില്ല. കെ സുരേന്ദ്രനെ ആക്രമിച്ചപ്പോൾ ഒരു വശത്ത് ചേർത്ത് പിടിച്ച് BJPയെ തമ്മിലടിപ്പിക്കാൻ പാർട്ടിയെ ഗ്രൂപ്പ് പോരാണ് എന്ന് വാർത്ത നൽകി കലക്കവളത്തിൽ മീൻ പിടിക്കുന്ന പണിയായിരുന്നു. ഇതോടെ ഒരു വിഭാഗം ചേരിതിരിഞ്ഞ് മറുനാടൻ ഫാൻസായി. അവരുടെ തണലിൽ പിന്നീട് സംഖ്യയായി തൻ്റെ വാർത്തകൾ ക്രീച്ചു കൂട്ടി. ഇത്രയും ഭാവം പറയട്ടെ, BJPയിൽ ഗ്രൂപ്പ് ഉണ്ടെന്നും വഴക്കുണ്ടെന്നൊക്കെ പറയുന്നത് മറുനാടൻ മാത്രമല്ല, സകല പത്രങ്ങളും പറയുന്നുണ്ട്. ഞങ്ങളാണ് ഏറ്റവും കുറച്ച് പറയുന്നത്. പക്ഷേ എന്താണ് ഈ മറുനാടനെ മാത്രം എടുത്ത് പറയുന്നത് നമുക്കറിയില്ല. അവരുടെ തണലിൽ പിന്നീട് സംഖ്യയായി തൻ്റെ വാർത്തകൾ ക്രീച്ചു കൂട്ടി. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ സംഖ്യയാണെന്ന് ഒരിടത്തും അവകാശപ്പെട്ടിട്ടില്ല. എൻ്റെ നിലപാട് ചിലർക്ക് ഇഷ്ടപ്പെടുന്നു, മോദിയോട് പറഞ്ഞ് അവർ പിന്തുണയ്ക്കുന്നു. ഞാൻ സംഖ്യയാണെന്ന് പറഞ്ഞ് ഒരു സംഘ ഓഫീസിലും പോയി ഒരു സഹായവും കൈപ്പറ്റിയിട്ടില്ല. പിന്നീട് ഇപ്പോൾ ആ മറുനാടൻ യാത്ര ശശികല ടീച്ചർ വരെ എത്തിയിട്ട് ഉണ്ടേൽ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. വാർത്തകൾ ഡൽഹിയിലുള്ള മോദിജിയെ വാനോളം പൊക്കിപ്പിടിക്കുക, അമിത്ഷായെ പൂവിട്ട് പൂജിക്കുക, കേരളത്തിൽ കൃത്യമായി BJP ഓരോ സമയത്തും വിവാദങ്ങൾ എത്തിച്ച് ആക്രമിക്കുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇവിടെ ശശികല ടീച്ചറിനെതിരെ ഒരു അഭിപ്രായ പ്രകടനം ഞാൻ നടത്തിയിട്ടില്ല. ശശികല ടീച്ചറിനെതിരെ ആഞ്ഞടിച്ചത് സോഷ്യൽ മീഡിയ മറ്റു മാധ്യമങ്ങളുമാണ്. ശശികല ടീച്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേയില്ല. നന്ദകുന്തിരിക്കം എന്ന് പേരിട്ട് അവരെ അധിക്ഷേപിക്കരുതേ, ആ കുട്ടികളുടെ വെളിച്ചം കളയരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പറയുകയാണ് ഞാൻ ശശികല ടീച്ചറിനെ ആക്രമിച്ചത്. എവിടെയാണ് ഞാൻ ശശികല ടീച്ചറിനെ ആക്രമിച്ചതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത്? അദീനിയെ പിടിച്ച് നന്ദഗോവിന്ദത്തിൻ്റെ വിഷയത്തിൽ താങ്കൾ കത്തിക്കാൻ നോക്കിയ വിവാദം തലയിൽ ആൾതാമസമുള്ള യുവ നേതാവായതുകൊണ്ട് അപ്പോൾ തന്നെ അദീനെ പൊളിച്ച് കയ്യിൽ തന്നു. അദീനെ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ജനം കാണാൻ വേണ്ടിയിട്ടു. ഞാനത് പോസ്റ്റ് ചെയ്തു. അതിലെന്താണ് കുഴപ്പം? അതിലെന്താണ് വിവാദം ഉണ്ടാക്കിയത്? ഇല്ലെങ്കിൽ അത് മറ്റൊരു വിവാദം ഈ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് പുകഞ്ഞു കത്തുമായിരുന്നു. കേരള BJPയെ സംഘപരിവാറിനെ ആക്രമിക്കുമ്പോൾ തൊട്ടുപിറകെ മോദിജിയെ ഉയർത്തിക്കാട്ടി ഒരു വാർത്ത പോകും. മോദിജിയെ സ്നേഹിക്കുന്ന, സ്നേഹത്തിന് കാണുമ്പോൾ വിവരമില്ലാത്ത നമ്മുടെ ആളുകൾ, സാജൻ ചേട്ടൻ പാവം കേരളത്തിൻ്റെ ആളുകൾ അവർ ശശികലയല്ല എന്ന് പറയും. അല്ലോ പറയിക്കും. ഇതാണ് മറുനാടൻ്റെ ലൈൻ. സത്യത്തിൽ കേരളത്തിൽ BJPക്കെതിരെ ഏറ്റവും അധികം വാർത്ത കൊടുക്കുന്ന മറ്റു മാധ്യമങ്ങളാണ്. മറുനാടനല്ല. മറുനാടൻ BJPക്കെതിരെ വരുന്ന പല നുണക്കഥകളും പൊളിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർ പറയുകയാണ് കേരള BJPക്കെതിരെ നിരന്തരം വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന മറുനാടനാണെന്ന്. അതൊടുക്കം ഓരോ വ്യക്തിക്കും ബോധ്യമായ ദിവസമാണ് കഴിഞ്ഞുപോയ മണിക്കൂറുകൾ. ശശികല ടീച്ചർക്ക് നേരെയും ആ ബുദ്ധി കൊണ്ട് വെറുപ്പുണ്ടാക്കും വിധത്തിന് വാർത്ത നൽകാൻ കാണിച്ച ആ ബുദ്ധി അവിടെ കഴിഞ്ഞാൽ മറുനാടൻ എന്ന കോൺഗ്രസ് പക്ഷത്തെ ഇന്ന് നാം കൃത്യമായി മനസ്സിലാക്കി. നിങ്ങൾ ആദ്യം ശശികല ടീച്ചർക്കെതിരെ ഞാൻ പറഞ്ഞൊരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ കൊടുത്തൊരു വാർത്ത നിങ്ങൾ കാണിച്ചു തരൂ. ശശികല ടീച്ചർ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ഞാൻ കരുതുന്നില്ല. ശശികല ടീച്ചർ ഇതുവരെ മറുനാടനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളാരും ശശികല ടീച്ചറിനെ അനാവശ്യത്തിലേക്ക് വലിച്ചിരുന്നു. നിങ്ങൾ മനഃപൂർവ്വം പറയാത്ത കാര്യം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വാർത്തയും അതിന് നല്ല തെളിവായി നമുക്ക് മുന്നിലുണ്ട്. ഏതൊക്കെ വാർത്തയാണെന്ന് പറയൂ. തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്കെതിരായി കൊടുത്ത ഓരോ വാർത്തയും കാണിച്ചു തരൂ. ഏറ്റവും നെറുകേട് കാണിച്ച രാഹുൽ മാങ്കൂട്ടത്തെ താങ്കൾ മാറോട് ചേർത്ത് സ്നേഹിച്ചു. ആ സ്ഥാനത്ത് അതൊരു BJP നേതാവായിരുന്നേൽ കാണാതിരുന്ന കളി. ഞാൻ BJP നേതാവിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിൻ്റെ ഉദാഹരണം കാണിച്ചു തരൂ. ഇത് നിങ്ങൾ ശൂന്യതയിൽ നിന്ന് ഇങ്ങനെ സൃഷ്ടിക്കരുത്. കേരളത്തിൽ മീഡിയ ആവണം, റിപ്പോർട്ടറും 24 മുതൽ ഏഷ്യാനെറ്റ് വരെ, അതായത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉടമസ്ഥാവകാശത്തുള്ള ഏഷ്യാനെറ്റ് പോലും BJP അനാവശ്യമായി ആക്രമിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ആക്രമിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ആക്രമിക്കുമെന്നല്ലാതെ ചെയ്യാറില്ല. നിങ്ങൾ വെറുതെ പറയാതെ കാണിച്ചു തരൂ. ഇതുപോലെയായിരുന്നു ഉണ്ണിമുകുന്ദന് നേരെ വരുന്ന ആക്രമണം. മറുനാടൻ ഒരു ദിവസം പെട്ടെന്ന് ഉണ്ണിയെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്തകൾ നൽകുന്നു. ഗുജറാത്തിൽ പോയി ഉണ്ണിക്ക് പ്രൊമോഷൻ കൊടുത്ത സാജൻ ചേട്ടൻ എറണാകുളത്തുള്ള ചിലർ ഉണ്ണിയോടുള്ള എതിർപ്പിൽ അവരുടെ പക്ഷം ചേർന്ന് ഉണ്ണിയെ തീർക്കും എന്ന് വാശി വാർത്ത നൽകി. മോദിയുടെ സിനിമ തട്ടിപ്പാണെന്നും അങ്ങനെ ഒരു സിനിമ ഉണ്ടാകില്ല എന്നും അന്ന് കൃത്യമായി അന്വേഷണം നടത്തി അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ മുൻ മോദിജിയുടെ ഓഫീസിൽ നിന്ന് അനുവാദം നൽകിയിട്ടില്ലെന്നും വാർത്ത വായിച്ചു സാജൻ ചേട്ടൻ. നോക്കൂ, ഉണ്ണിമുകുന്ദനെതിരെ ഒരു വാർത്തയെ കൊടുത്തിട്ടുള്ളൂ. ആ വാർത്ത ഉണ്ണിമുകുന്ദൻ പോലും നിഷേധിച്ചിട്ടില്ല. ഉണ്ണിമുകുന്ദൻ എവിടെയാണ്? ഏതെങ്കിലും ഉണ്ണിമുകുന്ദൻ്റെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ മോദിജിയുടെ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ആ സിനിമയുടെ അവസ്ഥ എന്താണ്? ആ സിനിമ മോദിയുടെ അനുമതിയോടുകൂടിയാണ് എന്ന് എവിടുന്നെങ്കിലും ആരെങ്കിലും ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മോദി അതൊന്ന് ഷെയർ പോലും ചെയ്യാത്തത്? വാസ്തവത്തിൽ ഒരു നുണക്കഥ ഉണ്ണിമുകുന്ദൻ ചിലർ വഴി ഉണ്ടാക്കി BJP RSS കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് ആ വാർത്ത സ്ഥിരീകരിച്ചു കൊടുത്തത്. ആ വാർത്ത വ്യാജമായിരുന്നു എന്ന് തെളിയുന്ന ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ അത് ഖേദം പ്രകടിപ്പിക്കാൻ ഒരു മടിയും മറുനാടനില്ല. എറണാകുളത്തുള്ള
ആ ലോബി നൽകുന്നു പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല സത്യമെന്ന് താങ്കൾ ഇനിയും തിരിച്ചറിയും. എങ്കിൽ നിങ്ങൾ സത്യം പറയൂ. ഉണ്ണിമുകുന്ദൻ സിനിമ പൂർത്തിയായോ? മോദിയുടെ ഓഫീസിന് അനുമതി ഉണ്ടോ? നിങ്ങൾ തുറന്നു പറയൂ, അതിന് തെളിവ് തരൂ. ഞാൻ പറഞ്ഞു ഉണ്ണിമുകുന്ദൻ്റെ എല്ലാ സിനിമകളും പോകുന്നു. ഉണ്ണിമുകുന്ദൻ പിന്നെ ഏതെങ്കിലും സിനിമ പുറത്തു വന്നിട്ടുണ്ടോ? ഇതേ വിഷയമാണ് കെ സുരേന്ദ്രനുമായി താങ്കൾക്കുള്ളത്. ശബരിമല സമയത്ത് കേസിനെ പൂവിട്ട് പൂജിച്ചു. എന്നാൽ പിന്നീട് താങ്കൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചപ്പോൾ താങ്കൾ അവരുടെ പക്ഷം പിടിച്ചു, വാർത്തകൾ നൽകി. കെ സുരേന്ദ്രൻ അഹങ്കാരിയാണെന്ന് കേരള BJP തകർത്തു എന്നും മറ്റും. കെ സുരേന്ദ്രനെക്കുറിച്ച് നല്ല ആരെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ്. ആ ഉത്തമ ബോധ്യം ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സമയത്ത് മറുനാടൻ കൃത്യവും വ്യക്തവുമായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. നിങ്ങൾ കാണിക്കുന്ന മാധ്യമപ്രവർത്തനം എത്രത്തോളം സത്യവും ധർമ്മവുമുണ്ട്. നിങ്ങൾ തുറന്നു കാണിക്കൂ. നിങ്ങൾ ഇതുവരെ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഇല്ലാത്തത് പറയണം. ശശികല ടീച്ചറിനെ ഞങ്ങൾ അധിക്ഷേപിച്ചു പറയൂ. മറുനാടൻ ശശികല ടീച്ചറിനെ അധിക്ഷേപിച്ചു കൊടുത്ത ഞാൻ ചെയ്തൊരു വീഡിയോ കാണിച്ചു തരൂ. ഉണ്ണിമുകുന്ദനെ കുറിച്ച് കൊടുത്തു. അത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കൂ. ഇല്ലാതെ നിങ്ങൾ പറഞ്ഞതിന് അർത്ഥമിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് റീച്ച് ഉണ്ടാക്കാൻ കുറച്ച് സംഖ്യകളായിരുന്നു. കഥയറിയാതെ ആട്ടമാടുന്ന അവർ ഇന്ന് നിങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്ത്, സംഖ്യകൾ മാത്രമല്ല വീഡിയോ കാണുന്നത്. റീച്ച് ഉണ്ടാക്കാനുള്ള ലക്ഷ്യമെങ്കിൽ അതിനേക്കാൾ എളുപ്പം സുഡാപ്പികളെയും കമ്മികളെയും സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് റീച്ച് കിട്ടും, ഒരുപാട് പണം കിട്ടും, ഒരു കേസും ഉണ്ടാവത്തുമില്ല. നിങ്ങൾക്കൊരു രാഷ്ട്രീയം എന്നതിൽ ആർക്കും പ്രശ്നമില്ല. നിങ്ങൾ BJPക്ക് വേണ്ടി വാർത്ത നൽകുകയും വേണ്ട. പക്ഷേ നിസ്സാര കാര്യങ്ങൾ പോലും നിങ്ങൾ വളച്ചൊടിച്ച് ഇവിടെ സംഘടനയെ ചെളിവാരി തേക്കുവാൻ നോക്കിയാൽ അത് കണ്ട് ഇനി കണ്ണടച്ചിരിക്കില്ല. പഴയ പോലെ ഒരാളെ അടിക്കാൻ മറുവശം ചേരുന്ന പണിയും ഇനി ഏൽക്കില്ല. ഇങ്ങനെ പോവുകയാണ്. നുണ പറഞ്ഞ ഒരു വിഷയമാണ്, അത് പോട്ടെ. അതിൻ്റെ അടി വന്ന കമൻറ്റുകളാണ് ഞെട്ടിച്ചത്. അഡ്വക്കേറ്റ് സജീവ് കരകുളം എനിക്ക് വളരെ ബഹുമാനമുള്ള മനുഷ്യനാണ്. അത് എഴുതിയിരിക്കുകയാണ്. എന്നിട്ടും BJP നേതാക്കന്മാർ ഇവൻ്റെ മുന്നിൽ പോയി മലർന്നിരുന്നു കൊടുക്കും. ഇവൻ ഫ്രോഡ്. ശ്രീ സജീവൻ, ഞാൻ ചെയ്തൊരു ഫ്രോഡ് തരം നിങ്ങൾ പറഞ്ഞു തരൂ. നിങ്ങളൊരു കാര്യം മറക്കരുത്. മോദിയെയും BJPയെയും കുറിച്ചും പറഞ്ഞാൽ അതെന്തോ പാതകമാണ് എന്ന് വരുന്ന കാലത്ത് ധൈര്യപൂർവ്വം മോദിയുടെയും BJPയുടെയും ഗുജറാത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയവരാണ് ഞങ്ങൾ. ഇന്നും അത് പറയും. 1 രൂപ ഞങ്ങൾ ഒരിടത്തും പോയി വാങ്ങിയിട്ടില്ല. ഇന്നും പണം നൽകാൻ തയ്യാറായ അനേകം പേരോട് ഞങ്ങൾ വാങ്ങിയിട്ടില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യം മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും പോലും രാഷ്ട്രീയ പാർട്ടികളോട് വാങ്ങി. ഞങ്ങൾ വാങ്ങിയിട്ടില്ല. നിങ്ങൾ BJPയുടെ നേതൃത്വത്തോട് ചോദിച്ചു നോക്കൂ, ഞങ്ങൾക്ക് പരസ്യം ഓഫർ ചെയ്തിരുന്നോ, ഞങ്ങൾ വാങ്ങിയിരുന്നോ എന്ന്. ഇങ്ങനെ സത്യസന്ധമായി ഞങ്ങൾ നിലപാടെടുക്കുന്നു. സർക്കാരിനോട് ഏറ്റുമുട്ടുന്നു. നിരവധി കേസുകൾ പ്രതികളാകുന്നു. ഹിന്ദുവിൻ്റെ വികാരങ്ങൾ വ്രണപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ പൊളിച്ചടക്കുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ RSSും പോലും ജന്മഭൂമിയും പോലും ആദ്യകാലത്ത് സർക്കാരിന് അനുകൂലമായിരുന്നു. ഞങ്ങൾ മാത്രമാണ് നിലപാടെടുത്തത്. ഹിന്ദുപക്ഷത്തു നിന്ന് ഞങ്ങളാണ്. എന്ത് ഫ്രോഡ് തരമാണ് ഞങ്ങൾ കാണിച്ചത് എന്ന് നിങ്ങൾ പറയണം. നിങ്ങളെയൊക്കെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ കാണിച്ചിരിക്കുന്ന ഫ്രോഡ്, ഞങ്ങൾ കാണിച്ചിരിക്കുന്ന തട്ടിപ്പ്, ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു വ്യാജ വാർത്ത, ഞങ്ങൾ ചെന്നൊരു നുണ നിങ്ങൾ തെളിയിച്ചു തരണം. വോൾഫ് ഇൻ ദ കോഡ് ഓഫ് ഷീപ്പ്. ആദ്യമൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇയാളെ കരുതിയത്. ഇപ്പോൾ ആട്ടിൻ തോലിട്ട ചെന്നായാണെന്ന് കുറേ നാളുകൾക്കൊണ്ട് തെളിയിക്കുകയാണ് പന്നൻ. ഷാദിന് ബിസിനസ്സുകാരൻ റീച്ച് കൂട്ടി സോഷ്യൽ മീഡിയ വഴി പണം ഉണ്ടാക്കുന്നു. അയാൾക്ക് പണം ഉണ്ടാക്കുന്ന ടൂൾ മാത്രമാണ് ഇതൊക്കെ. ഇങ്ങനെ അങ്ങ് പോവുകയാണ്. എനിക്ക് വിചിത്രമായി തോന്നുന്നത് മുഴുവൻ ആളുകളും ചീത്ത വിളിക്കുന്നു. ജനങ്ങൾ കുറച്ച് പേർക്ക് ഒരു നുണയുണ്ടാക്കുന്നു. ആ നുണ കുറച്ച് പേർ കൂടി പ്രചരിപ്പിക്കുന്നു. ഇതൊക്കെ ശരിയാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ഇവരോടൊക്കെ ഞാൻ പറയുന്നു, വെല്ലുവിളിക്കുന്നു. മറുനാടൻ ഹിന്ദു സമാജത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തെളിയിക്കണം. മറുനാടൻ പറഞ്ഞിരിക്കുന്ന നുണവാർത്തകൾ നിങ്ങൾ തെളിയിക്കണം. മറുനാടൻ ആരോടെങ്കിലും പണം വാങ്ങി ആരെങ്കിലും സഹായിക്കാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾ തെളിയിക്കണം. മറുനാടൻ ഉത്തമ ബോധ്യമുള്ള സത്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയും. അത് ആരൊക്കെ തെറി വിളിച്ചാലും ആരൊക്കെ അകന്നുപോയാലും നിലപാടിന്ന് മാറില്ല. സത്യം പറയുമ്പോൾ ശത്രുക്കൾ മാറി മാറി വരും എന്ന് മാത്രമേ ഉള്ളൂ. സത്യം സത്യമായി നിലനിൽക്കും. അതുകൊണ്ട് ഈ തെറിവിളിയിൽ ഭയപ്പെടാനോ മാപ്പ് പറയാനോ ഖേദിക്കാനോ ഒന്നും ഞങ്ങളില്ല. ഉത്തമ ബോധ്യത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതങ്ങനെ തന്നെ തുടരും.